ഒരു വിഭാഗം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത് ഡൽഹി ചലോ മാർച്ചിൽ ഭിന്നത. ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ടതില്ലെന്ന നിലപാടിലാണ് BKU നേതാവ് രാകേഷ് ടിക്കായത്ത്. കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ ഡൽഹി മാർച്ച് നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും അറിയിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കർഷകരുടെ താങ്ങുവില ഉൾപ്പെടെ നൽകാമെന്നൊരു ഉറപ്പ് കേന്ദ്ര സർക്കാർ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർഷകർ തയ്യാറാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. അതിന് പിന്നാലെയാണ് വീണ്ടും നാളെ ചർച്ച നടത്തുവാൻ പോകുന്നത്. അപ്പോഴും ഈ ഡൽഹി ചലോ മാർച്ചിൽ ഭിന്നത രൂക്ഷമായിട്ട് തുടരുക തന്നെയല്ലേ? ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചത്. പക്ഷേ പഞ്ചാബ് അതിർത്തിയിൽ വെച്ച്, ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് തന്നെ പോലീസ് തടയുകയും അവിടെ ഒരു സംഘർഷം രൂപപ്പെടുകയും ഒക്കെ ചെയ്തു. ഇന്ന് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഈ ഒരു വിഭാഗം സംഘടനകളുടെ ആവശ്യം. ഇന്ന് ചർച്ച നടന്നില്ലെങ്കിൽ നാളെ വീണ്ടും മാർച്ച് പുനരാരംഭിക്കാൻ ശ്രമം നടത്തും എന്ന ആഹ്വാനം കൂടി നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കർഷക സംഘടനകൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട്. രാകേഷ് ടിക്കായത്തിനെ പോലുള്ള ആളുകൾ, ഭാരത് കിസാൻ യൂണിയന്റെ ഒരു വിഭാഗം ഇപ്പോൾ ഇത്തരം ഒരു മാർച്ച് നിലവിൽ ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ഉത്തർപ്രദേശിലെ സർക്കാരിനെതിരെയാണ് നിലവിൽ ഈ സമരം അവർ നടത്തുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്ന നിലപാട് ഈ രാകേഷ് ടിക്കായത്തും ഭാരത് കിസാൻ യൂണിയനും സ്വീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറിച്ചുള്ള വിഭാഗമാകട്ടെ ഇന്നിപ്പോൾ ഒരു ചർച്ച നടന്നില്ലെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വലിയ ആശയക്കുഴപ്പം ഇപ്പോൾ ഈ കർഷക സംഘടനകൾക്കിടയിൽ തന്നെ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. രജനി. ശരി.